ഇ ഡി ഹൈക്കോടതിയെ സമീപിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഇപ്പോൾ ഇത് സ്റ്റേ ചെയ്തിരിക്കുന്നത്. എന്താണ് കാരണമായി പറയുന്നത്? മറ്റു വിവരങ്ങൾ എന്താണ് കൂട്ടിച്ചേർക്കാൻ കഴിയുന്നത്? സിജു, തീർച്ചയായും ഇ ഡി ഇപ്പോൾ ദില്ലി ഹൈക്കോടതിയെ സമീപിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യം ഇപ്പോൾ നിഷേധിച്ചിരിക്കുന്നത്. അരവിന്ദ് കെജ്രിവാൾ ഇന്ന് പുറത്തിറങ്ങാനിരിക്കുകയായിരുന്നു. ഇന്നലെയാണ് വിചാരണ കോടതി അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം നൽകിയത്. ഇന്നിപ്പോൾ ആ ജാമ്യം ദില്ലി ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. ഇനി ഈ ഇ ഡിയുടെ ഹർജി പരിഗണിക്കുന്നതുവരെ ഈ ഒരു സ്റ്റേ നിലനിൽക്കുമെന്നും ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. അതായത് അവധിക്കാല ബെഞ്ച് തന്നെയാണ് ഈ ഒരു ഹർജി പരിഗണിച്ചത്. ഇത് സാധാരണ അവധിക്കാല ബെഞ്ച് ഇത്തരത്തിൽ ധൃതി പിടിച്ച് ഈ ഒരു ജാമ്യ ഹർജി അല്ലെങ്കിൽ ഇ ഡിയുടെ ഹർജി പരിഗണിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ ആ ഇ ഡി നൽകിയ ഹർജി പരിഗണിക്കുകയും ഇന്നലെ വിചാരണ കോടതി നൽകിയ ജാമ്യം ദില്ലി ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും ദില്ലി ഹൈക്കോടതി ഇ ഡിയുടെ ഹർജി അടിയന്തരമായി കേൾക്കുമെന്നും ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ച ഒരു വലിയ തിരിച്ചടി തന്നെയാണ്. ഇന്നലെയാണ് ഈ വിചാരണ കോടതി, റോസ് അവന്യൂ കോടതി അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം നൽകിയത്. ഇന്ന് വൈകിട്ട് 4 മണിയോടെ കെജ്രിവാൾ പുറത്തേക്ക് വരുമെന്നൊരു പ്രതീക്ഷയായിരുന്നു ഉണ്ടായിരുന്നത്. സുനിത കെജ്രിവാൾ അടക്കം അന്ന് വൈകിട്ട് 4 മണിയോടെ തിഹാർ ജയിലിലേക്ക് പോകുമെന്നെല്ലാം തന്നെയും ആ വാർത്തകൾ അത്തരത്തിലുള്ള അറിയിപ്പുകൾ ലഭിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ പിന്നീട് ഇന്നിപ്പോൾ ഹൈക്കോടതിയെ ഇ ഡി ഇത്തരത്തിൽ സമീപിക്കുമെന്നും വാർത്തകൾ നമ്മൾ നൽകിയിരുന്നെങ്കിലും ആ ഹർജി ഇന്നിപ്പോൾ ഉടൻ ഈ അവധിക്കാല ഹൈക്കോടതി ബെഞ്ച് അത് പരിഗണിക്കുകയും കെജ്രിവാളിന്റെ ജാമ്യം തടയുകയും ചെയ്തിരിക്കുകയാണ്. എന്തായാലും വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ കെജ്രിവാളിന് ലഭിച്ചിരിക്കുന്നത്. എന്തായാലും ഇ ഡിയുടെ ഹർജിയിൽ ഈ ജാമ്യം ഇപ്പോൾ നിഷേധിച്ചിരിക്കുകയാണ്. സിജു, കഴിഞ്ഞ ദിവസമാണ് വിചാരണ കോടതി ജാമ്യം അനുവദിക്കുകയും ചെയ്തത്. അത് തൊട്ടു പിന്നാലെ തന്നെ ഹൈക്കോടതിയിലേക്ക് ഇ ഡി ചെല്ലുകയും ചെയ്തു. എന്താണ് ഇ ഡി ഇതുമായി കാരണം? എന്ത് സ്റ്റേ ചെയ്യാനായി പറഞ്ഞ കാരണങ്ങളിൽ പ്രധാനം സ്റ്റേ ആവശ്യപ്പെട്ടു? ഇതിൽ പ്രധാനമായും ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അതായത് ഇന്നലെയും ഈ റോസ് അവന്യൂ കോടതി അവധിക്കാല ജഡ്ജിയായ ന്യായ് ബിന്ദുവാണ് ഈ കെജ്രിവാളിന് ജാമ്യം നൽകിയത്. ഇതിൽ പ്രധാനമായും ഈ ജാമ്യ ഉത്തരവ് 48 മണിക്കൂർ നേരത്തേക്ക് സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം ഇ ഡി ഇന്നലെ തന്നെ വിചാരണ കോടതി ആവശ്യപ്പെട്ടെങ്കിലും വിചാരണ കോടതി ഇത് അംഗീകരിച്ചുമില്ല. ഇതിൽ പ്രധാനമായും ഇ ഡി ഉന്നയിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ, കെജ്രിവാളിന് ഈ മദ്യനയവുമായി ബന്ധപ്പെട്ട് നേരിട്ട് ബന്ധമുണ്ട്. 100 കോടി രൂപയുടെ കൈക്കൂലി ആവശ്യപ്പെട്ടതിന്റെ തെളിവ് ഇ ഡിയുടെ കയ്യിലുണ്ട് എന്നുള്ളതായിരുന്നു പ്രധാനമായും വാദം. അതുമാത്രമല്ല, ആം ആദ്മി പാർട്ടിക്ക് ലഭിച്ച ഈ കോഴപ്പണത്തിന്റെ ഉത്തരവാദിത്വം പൂർണ്ണമായും പാർട്ടി അധ്യക്ഷൻ എന്ന നിലയിൽ കെജ്രിവാൾ തന്നെയാണെന്നായിരുന്നു ഈ ജാമ്യാപേക്ഷയെ തന്നെ എതിർത്തുകൊണ്ട് ഇ ഡി ഇത്തരത്തിൽ കോടതിയിൽ വാദിച്ചത്. കൂടാതെ കെജ്രിവാളിന്റെ എതിരെ കൃത്യമായ തെളിവുണ്ടെന്നും ഈ സൗത്ത് ഇന്ത്യൻ ലോബിയുമായും കെജ്രിവാളിന് ബന്ധമുണ്ടെന്നെല്ലാം തന്നെയും ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു. എന്തായാലും ഇതെല്ലാം തന്നെയാണ് ഇന്നലെയും വിചാരണ കോടതിയിൽ വാദങ്ങൾ നിർത്തിയെങ്കിലും വിചാരണ കോടതി അത് അംഗീകരിക്കാതെയാണ് ജാമ്യം നൽകിയത്. പക്ഷേ ഇന്നിപ്പോൾ ഹൈക്കോടതി അത് അംഗീകരിക്കുകയും തൽക്കാലത്തേക്ക് ഈ ജാമ്യം നൽകിയ വിചാരണ കോടതി ഉത്തരവ് ദില്ലി ഹൈക്കോടതി ഇപ്പോൾ സ്റ്റേ ചെയ്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇ ഡിയുടെ ഹർജിയിൽ ഇനി വാദം കേൾക്കും. ഈ വാദം കേൾക്കുന്നവരെ അരവിന്ദ് കെജ്രിവാൾ തീഹാർ ജയിലിൽ തുടരേണ്ട ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നേരത്തെ തന്നെ പറഞ്ഞതുപോലെ ഇ ഡിയുടെ വാദം 100 കോടി, അതായത് മദ്യനയവുമായി ബന്ധപ്പെട്ട് 100 കോടിയുടെ അഴിമതി കെജ്രിവാൾ നേരിട്ട് നടത്തി. അതിന്റെ തെളിവ് എവിടെ എന്നുള്ള ചോദ്യം ഒരു ഘട്ടത്തിൽ സുപ്രീം കോടതി ചോദിക്കുകയും ചെയ്തിരുന്നു. തെളിവ് ഇതുവരെ സമർപ്പിക്കാൻ ഇ ഡിക്ക് കഴിഞ്ഞിട്ടുമില്ല. ഇക്കാര്യങ്ങൾ മുഖവിലേക്ക് എടുത്തുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം വിചാരണ കോടതി കെജ്രിവാളിന് ജാമ്യം അനുവദിക്കുകയും ചെയ്തത്. അത് ഒരേ സമയം തന്നെ കേന്ദ്ര സർക്കാരിനും BJPക്കും ഏറ്റ തിരിച്ചടിയായി തന്നെ വ്യാഖ്യാനിക്കുകയും ചെയ്തു. പക്ഷേ ഇവിടെ അവധിക്കാല ബെഞ്ച് അടിയന്തരമായി ചേർന്ന് ഈ ജാമ്യം സ്റ്റേ ചെയ്യുന്ന ഒരു സാഹചര്യം വല്ലാത്ത ദുരൂഹതകൾ ഉയരുകയും ചെയ്യുന്നു. തീർച്ചയായും സാധാരണ അവധിക്കാല ബെഞ്ചിൽ ഇത്തരം കേസുകൾ വരുമ്പോൾ അത് പെട്ടെന്ന് എടുത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒരു വിധി പറയുന്ന രീതിയിലേക്കോ അല്ലെങ്കിൽ സ്റ്റേ ചെയ്യുന്ന രീതിയിലേക്കുള്ള നടപടികൾ സാധാരണ നമ്മൾ കാണാറില്ല. എങ്കിൽ പോലും കോടതി നടപടികളും കോടതി ഉത്തരവുകളും നമുക്കൊരു പ്രൊഡക്റ്റ് ചെയ്യാൻ കഴിയില്ല. പക്ഷെ ഇതൊരു അസാധാരണമായ ഒരു നടപടിയെന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഇന്നലെ വിചാരണ കോടതി ജാമ്യം നൽകിയ ഒരു കേസിൽ പെട്ടെന്ന് തന്നെ ആ ഒരു അവധിക്കാല ബെഞ്ച് തന്നെ അത് പരിഗണിക്കുക, അപ്പോൾ തന്നെ അതിൽ സ്റ്റേ നൽകുക, അല്ലെങ്കിൽ കെജ്രിവാളിന് തിരിച്ചടിയായിക്കൊണ്ട് ആ ജാമ്യം നിഷേധിക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അതിലൊരു സ്ഥിതി പറഞ്ഞ ഒരു സംശയങ്ങൾ ബലപ്പെടുകയും ചെയ്യും. പക്ഷെ എന്തായാലും കോടതി ഉത്തരവ് ആ ഒരു പ്രകാരം കാണുമ്പോൾ സ്വാഭാവികമായും കെജ്രിവാളിന് വലിയ തിരിച്ചടി തന്നെയാണ് ഉള്ളത്. എന്തായാലും ഇനിയിപ്പോൾ ഇ ഡിയുടെ ഹർജി പരിഗണിക്കുന്നവരെ ഈ ഒരു ജാമ്യ ഉത്തരവിന് സ്റ്റേ നിലനിൽക്കുമെന്നുള്ളതാണ് ഇപ്പോൾ കോടതി അറിയിച്ചിരിക്കുന്നത്.